ആത്മകഥയ്ക്ക് ഒരാമുഖം. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥ. ശബ്ദം നൽകിയത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ 2020. എഡിസി ബുക്സ് പ്രൊഡക്ഷൻ. ആത്മകഥയ്ക്ക് ഒരാമുഖം. വളരെ അധീരതയോടെയാണ് ഞാൻ ഈ പുസ്തകം വായനക്കാരുടെ മുൻപിൽ വയ്ക്കുന്നത്. ഇത് കഥയല്ല, കവിതയല്ല, നിരൂപണമല്ല. കഴിഞ്ഞുപോയ ജീവിതകാലത്തിന്റെ സ്മരണകൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുത്ത ചില നുറുങ്ങുകൾ മാത്രം. അധികവും പത്രക്കാരുടെ പ്രേരണയനുസരിച്ച് എഴുതപ്പെട്ടവയാണ്. ചിലത് റേഡിയോയുടെയും പഴയ ഡയറിയിൽ നിന്നെടുത്ത ചില പടുകുറിപ്പുകളുമുണ്ട്. ഏതായാലും അവ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ചീന്തിയെടുത്ത ഏടുകളാണല്ലോ. 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കടലാസുകൾ ചേർത്തുവച്ച് ഒരു ഉപഹാരമാക്കിയാൽ എന്ത് എന്നു തോന്നി. പല കാലത്തായി എഴുതിയവയാണ്, പല പ്രായത്തിന്റെയും പ്രാതിനിധ്യമുള്ളവ. പേരക്കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഇതുത്തരമാകയില്ല. മുത്തശ്ശിക്കഥകളിൽ യക്ഷിയും ഗന്ധർവനും രാക്ഷസന്മാരും പറക്കുന്ന ചിറകുകളുള്ള മാലാഖമാരുമെല്ലാം വേണം. അഥവാ ജീവിതം തന്നെ യക്ഷരാക്ഷസ ഗന്ധർവ ദേവതമാരുടെ സംഘട്ടനക്കളരിയല്ലേ? ഓരോ മനുഷ്യരുടെ ഉള്ളിലുമുണ്ടാവാം അത്തരമൊരു കഥകളി ചെണ്ടമദ്ദളമേളങ്ങൾ. പക്ഷേ പുറത്തറിയുവാൻ പ്രയാസമാണ്, വേർതിരിച്ചെടുക്കാൻ അതിലേറെ വിഷമവും. ഈ വേർതിരിക്കലിനുള്ള ശ്രമമാവാം ഒരാളെ കലയുടെ മാധ്യമത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നും തോന്നുന്നു. ഒരർത്ഥത്തിൽ താൻ എന്ന കേന്ദ്രബിന്ദുവിൽ നിന്നുകൊണ്ടാണ് എല്ലാ എഴുത്തുകാരും വിശ്വദർശനം നടത്തുന്നത്. കാലത്തിനും പ്രായത്തിനുമനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറിവരാമെന്നേയുള്ളൂ. ഒരിക്കൽ ശരിയെന്നു തോന്നി ചെയ്തിട്ടുള്ളവ മറ്റൊരിക്കൽ തെറ്റായി കണ്ട് നിഷേധിച്ചേക്കാം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളുടെ നിരന്തരമായ പരിവർത്തനം ഓരോ വ്യക്തിയിലും അനുദിനം നടക്കുന്നു. തന്നെ തന്നെ പറിച്ചെടുത്ത് മുന്നിൽ വെച്ചു പരിശോധിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടുപോവും. അപരിചിതമായ ഒരു ജീവിയെ കണ്ടാലെന്ന വിധം. പലർക്കും അങ്ങനെ മാറി നിന്ന് സ്വയം പരിശോധിക്കാൻ സാധിക്കുകയുമില്ല. ഇവിടെയാണ് ഭാവന സഹായത്തിനെത്തുന്നത്. യാഥാർത്ഥ്യത്തിന്റെ ക്രൂരമായ നഗ്നതയെ അത് കലയുടെ കമനീയമായ ഉടുപ്പണിയിച്ച് സത്യവും നിത്യവുമാക്കുന്നു. ഇക്കാര്യം ശകലം കൂടി വിസ്തരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യഹൃദയത്തെ ഭൗതികതലം, സങ്കല്പതലം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കാം. യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള സംവേദനങ്ങൾ സങ്കല്പതലത്തിലെത്തി ഉരുകിത്തിളച്ച് ഒരുമിച്ച് ചേർന്ന് ഒരു മൂശയിലേക്ക് പ്രവഹിക്കുന്നു. ഇത് ഒരു പുതിയ സൃഷ്ടിയാണ്. പച്ച മണ്ണിലുള്ള മനുഷ്യന്റെ കഥ. രൂപം ഇവിടെ മറ്റൊരു കാഴ്ചപ്പാടിലാവുന്നു. സാധാരണം അസാധാരണമാവുന്നു. ജീവൻ 10 ഇരട്ടി ശക്തിയോടെ ജ്വലിച്ചു നിൽക്കുന്നു. ഇതാണത്രേ കല, സാഹിത്യം. ഇതിനെയാണ് കഥയായും കവിതയായും നോവലായും നാനാരൂപത്തിൽ നാം ആവിഷ്കരിച്ചു പോരുന്നതും. കല സത്യമാകുന്നതിങ്ങനെയാണ്. കലയെ സത്യമാവുകയുള്ളൂ എന്ന് പോലും കരുതുന്നവരുണ്ട്. പക്ഷേ ഇത്തരം കലയുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് ആത്മകഥ എന്നെനിക്ക് തോന്നുന്നില്ല. ഭാഗികമായിട്ടായാൽ പോലും യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള പരിവർത്തനം ഇവിടെ വഞ്ചനയായി വരാം. നോവലിൽ സംഭവഗതികളെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് രസനീയമാക്കാം. പക്ഷേ ആത്മകഥയിൽ അത് പാടില്ല. നോവലിൽ ആത്മകഥ വരാം, പക്ഷേ ആത്മകഥയിൽ ഒരിക്കലും നോവൽ വരാൻ പാടില്ല. ഒരിക്കലും, ഒരിക്കലും, ഒരിക്കലും പാടില്ല. കല എന്നത് ഇവിടെ സത്യത്തിനു വഴിമാറണം. സത്യം, മൂർച്ചയുള്ള സത്യം, മുറിവേൽപ്പിക്കുന്നതും തലോടുന്നതും വേദനിപ്പിക്കുന്നതും വെട്ടിത്തുറന്നതുമായ സത്യം. കേവലം സത്യം മാത്രമായ സത്യമേ ആത്മകഥയിലുണ്ടാകാവൂ. മൂടുപടമെടുത്ത ഈ നഗ്നയാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കാനും പ്രദർശിപ്പിക്കാനും എത്ര പ്രയാസമാണ്. പൊള്ളയായ ഡംഭു മുഴുവൻ ഇവിടെ പൊളിഞ്ഞുപോകുന്നു.
1000 ഭണങ്ങൾ. Sample complete. Ready to continue?